സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മെട്രിസസ് എന്നുള്ള കൺസെപ്റ്റിന്റെ പാർട്ട് 6 ഓൾറെഡി നമ്മൾ പാർട്ട് 5 വരെ കണ്ടു കഴിഞ്ഞു. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണാൻ ശ്രമിക്കുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് മൈനർ. ഒരു മെട്രിക്സിന്റെ അകത്തുനിന്ന് നമ്മൾ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെന്റിന്റെ മൈനർ എന്താണ്, അതുപോലെ ആ എലമെന്റിന്റെ കോഫാക്ടർ എന്താണ്, അതുപോലെ എന്താണ് കോഫാക്ടർ മെട്രിക്സ്, അതിനുശേഷം എന്താണ് അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്, then how can find out the inverse of a matrix. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു പാർട്ടിൽ കാണാൻ പോകുന്നത്. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള പ്രോബ്ലംസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ എല്ലാവരും നന്നായി മനസ്സിലാക്കുക. വീഡിയോ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നോട്ട്സ് എഴുതിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഏവർക്കും യൂസ്ഫുൾ ആവും എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് കോഫാക്ടർ മെട്രിക്സ് എന്നാണ്. അപ്പൊ ഈ കോഫാക്ടർ മെട്രിക്സ് എന്താണെന്ന് പറയുന്നതോടുകൂടി അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നുണ്ടായിരിക്കും എന്താണ് മൈനർ ഓഫ് എ എലിമെന്റ്, അതുപോലെ എന്താണ് കോഫാക്ടർ ഓഫ് ദാറ്റ് എലിമെന്റ്. അതിനുശേഷം മാത്രമാണ് നമ്മൾ കോഫാക്ടർ മെട്രിക്സിലേക്ക് കടക്കുക. ഓക്കെ, അപ്പൊ ഇത് രണ്ട് കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടാണ് കോഫാക്ടർ മെട്രിക്സിലേക്ക് കടക്കുക. അത് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്താണ് നമ്മളെ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനേഷൻ എഴുതിയത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദ മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ബൈ ടേക്കിംഗ് ദ കോഫാക്ടേഴ്സ് ഓഫ് ഈച്ച് എലിമെന്റ് ഇൻ എ മെട്രിക്സ് ഈസ് നോൺ ആസ് കോഫാക്ടർ മെട്രിക്സ്. ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിലുള്ള ഓരോ എലിമെന്റിന്റെയും കോഫാക്ടർ കണ്ടുപിടിച്ച് നമ്മൾ പുതിയ ഒരു മെട്രിക്സ് എഴുതുമ്പോൾ കിട്ടുന്ന ആ മെട്രിക്സ് ആണ് എന്ത്, കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോസ് നമുക്കൊരു കൺസിഡർ ചെയ്യാം ഒരു മെട്രിക്സ്. ലെറ്റ് എ ഈക്വൽ ടു 3 5 8 -1 എന്നുള്ള മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മളൊരു മെട്രിക്സ് കൺസിഡർ ചെയ്തു. ആ മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. നമ്മൾ പേര് കൊടുത്തത് മെട്രിക്സ് എ എന്നാണ്. അതിൽ ഓർഡർ 2/2 ആണ്. 3 5 8 -1. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ആദ്യം നമ്മൾ ഓരോ എലമെന്റിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് കോഫാക്ടർ ഓഫ് 3 ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ കോഫാക്ടർ ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഈ എലമെന്റ് ആണ് ഇതിൽ 3 എന്ന് പറയുന്നത്, ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നിൽക്കുന്ന കോളം ഒഴിവാക്കണം, റോ ഒഴിവാക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എലമെന്റ് കിട്ടി. അതാണ് ഈ മെട്രിക്, ഈ നമ്പറിന്റെ, അതായത് 3 എന്ന് പറഞ്ഞ നമ്പറിന്റെ മൈനർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട, ആദ്യത്തെ എലമെന്റ് എടുത്തു 3 ആണ്, അത് നിൽക്കുന്ന കോളവും റോയും ഒഴിവാക്കി. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1 എന്നുള്ള ഒരു എലമെന്റ് ആണ്. അതാണ് ഈ 3 എന്ന് പറയുന്ന നമ്പറിന്റെ മൈനർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് കോഫാക്ടർ ഓഫ് 3 എന്ന് പറയുന്നത്? അത് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് -1 all raised to ഈ 3 എന്ന് പറയുന്ന നമ്പർ ഏത് റോല് ആണ് നിൽക്കുന്നത്, ഒന്നാമത്തെ റോൽ, പ്ലസ് ഏത് കോളത്തിലാണ് നിൽക്കുന്നത്, ഒന്നാമത്തെ കോളത്തിൽ. എന്നിട്ട് അത് നിൽക്കുന്ന കോളോ റോയോ ഒഴിവാക്കുക. ഇവിടെയുള്ള നമ്പർ എന്താ, മൈനർ. അതായത് മൈനർ എന്താ, -1 ഇൻറ്റു -1. അങ്ങനെ എഴുതുമ്പോൾ കിട്ടുന്ന നമ്പർ ആണ് ഈ 3 എന്ന് പറയുന്ന നമ്പറിന്റെ കോഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, കോഫാക്ടറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. മൈനർ എന്ന് പറയുമ്പോൾ ഈ 3 നിൽക്കുന്ന കോളോ റോയോ ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പറാണ് മൈനർ. എന്നാൽ കോഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 all raised to ആ 3 നിൽക്കുന്ന ഏത് റോയിലാണോ പ്ലസ് ആ 3 നിൽക്കുന്ന ഏത് കോളത്തിലാണോ അതിന്റെ പൊസിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിന്റെ കോഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? -1 all raised to 2 into -1. -1ന്റെ പവർ ഈവൻ നമ്പർ, ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ അത് +1 ആയി മാറും. ഇൻറ്റു -1 ദാറ്റ്സ് ഈക്വൽ ടു -1. ഓക്കെ, ഇതുപോലെ നമുക്ക് അടുത്തത് എങ്ങനെ കണ്ടുപിടിക്കാം? കോഫാക്ടർ ഓഫ് 5. കോഫാക്ടർ ഓഫ് 5 എന്താ വരിക? -1 all raised to 5 എന്നുള്ള ഏത് റോയിലാണ്? ഫസ്റ്റ് റോയിലാണ്. ഏത് കോളത്തിലാണ്? സെക്കൻഡ് കോളത്തിലാണ്. ഇൻറ്റു, അപ്പൊ 5 നിൽക്കുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് 5ന്റെ മൈനർ എന്ന് കിട്ടും 8. ദാറ്റ്സ് ഈക്വൽ ടു -1 all raised to 3. 1 + 2 എന്നുള്ളത് 3 ഇൻറ്റു 8 ദാറ്റ്സ് ഈക്വൽ ടു
-1ന്റെ പവർ 3 എന്ന് പറഞ്ഞാല് ഓഡ് നമ്പർ ആണ്, ഒറ്റ സംഖ്യയാണ്. അപ്പൊ -1 into 8 ഈക്വൽ ടു -8. അപ്പൊ എന്ത് കിട്ടി? -8. അതാണ് 5 എന്നുള്ള നമ്പറിന്റെ കോഫാക്ടർ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് കാണണം? കോഫാക്ടർ ഓഫ് 8. കോഫാക്ടർ ഓഫ് 8. അപ്പൊ എങ്ങനെയാ കാണാം? -1 all raised to 8 നിൽക്കുന്ന റോ ഏതാ? രണ്ടാമത്തെ റോ ആണ്. അപ്പം 2 പ്ലസ്, എപ്പോഴും ആദ്യത്തെ റോനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഏത് കോളാണ്? ഫസ്റ്റ് കോളാണ്. പ്ലസ് 1. 8 നിൽക്കുന്ന കോൾ ഒഴിവാക്കുക, റോ ഒഴിവാക്കുക. അപ്പൊ മൈനർ കിട്ടും 8ന്റെ 5 എന്ന് കിട്ടി. അത് ഇവിടെ എഴുതുക ഇൻറ്റു 5. ദാറ്റ്സ് ഈക്വൽ ടു -1 all raised to 3 ഇൻറ്റു 5. -1 all raised to 3 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞിട്ട് എന്ത് നമ്പർ ആണ്? ഓഡ് നമ്പർ ആണ്. അപ്പൊ -1ന്റെ പവർ ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ -1 തന്നെയായിരിക്കും ഇൻറ്റു 5. ദാറ്റ്സ് ഈക്വൽ ടു -5. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് കാണണം? -1ന്റെ കോഫാക്ടർ എത്ര കാണണം? അപ്പൊ കോഫാക്ടർ ഓഫ് -1 ഈക്വൽ ടു, അപ്പൊ -1 all raised to -1 നിൽക്കുന്ന റോ സെക്കൻഡ് റോ ആണ്, പ്ലസ് ഏത് കോളത്തിലാണ്? രണ്ടാമത്തെ കോളത്തിലാണ്, ഇൻറ്റു -1ന്റെ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 നിൽക്കുന്ന റോ ഒഴിവാക്കി കോളം ഒഴിവാക്കി 3 ആണ് കിട്ടുക. അപ്പൊ ഇൻറ്റു 3. ദാറ്റ്സ് ഈക്വൽ ടു -1 all raised to 4 ഇൻറ്റു 3. -1ന്റെ പവർ 4 എന്നുള്ളത് ഈവൻ നമ്പർ ആണ്. അപ്പൊ എന്താ? മൈനസ് എന്തായി മാറും? +1 ആയി മാറും. ഇൻറ്റു 3 ഈക്വൽ ടു +3. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ഓരോ എലമെന്റിന്റെയും കോഫാക്ടർ എന്ന് പറയുന്നത്. ഇനി ഈ കോഫാക്ടറിനെ നമുക്ക് സൂചിപ്പിക്കാൻ ഇങ്ങനെയും ചെയ്യാറുണ്ട്. അത് ലാസ്റ്റ് പറയാന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ കോഫാക്ടർ എന്നുള്ളതിനെ നമ്മൾ സി എന്ന് പറയും. ഇത് കോഫാക്ടർ ഓഫ് 3 ആണ് കണ്ടുപിടിച്ചത്. അത് ഏത് റോയിലാണ്? ഫസ്റ്റ് റോയിലാണ്. ഏത് കോളത്തിലാണ്? ഫസ്റ്റ് കോളത്തിലാണ്. അപ്പൊ C11 എന്ന് പറയും. ഇനി രണ്ടാമത്തതോ സി, കോഫാക്ടർ എന്നുള്ളത് സി എന്ന് കൊടുത്തു. 5ന്റെ കണ്ടുപിടിച്ചത് ഏത് റോയിലാ? ഫസ്റ്റ് റോയില്. ഏത് കോളത്തിലാ? സെക്കൻഡ് കോളത്തിലാ. അപ്പൊ C12 എന്ന് പറയും. അതുപോലെ അടുത്ത എന്താ? C8 നിൽക്കുന്ന ഏത് റോയിലാ? സെക്കൻഡ് റോയിലാണ്. ഏത് കോളത്തിലാ? ഫസ്റ്റ് കോളത്തില്. അപ്പൊ C21. അതുപോലെ -1 എന്ന് പറഞ്ഞാലോ കോഫാക്ടർ ഓഫ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്കൻഡ് റോയിലാണ്. ഏത് കോളത്തിലാ? സെക്കൻഡ് കോളത്തിലുമാണ്. അപ്പൊ C22. അപ്പൊ ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അപ്പൊ സി എന്ന് പറയുന്നത് കോഫാക്ടറിനാണ്, ഇത് പൊസിഷൻസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഓരോ എലമെന്റിന്റെയും കോഫാക്ടർ കിട്ടി. അപ്പൊ നമുക്ക് എന്താണ് കോഫാക്ടർ എന്ന് മനസ്സിലായി. ഇനി നമ്മൾ കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ ആണ് എഴുതാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എഴുതാൻ പോകുന്നത് കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ ഈക്വൽ ടു, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, വളരെ നിസ്സാരമായ കാര്യമാണ്. നമ്മൾ 3 എന്നുള്ളതിന്റെ കോഫാക്ടർ എന്താ നമുക്ക് കിട്ടിയത്? -1. അപ്പൊ അവിടെ -1 ആയി. 5ന്റെ കോഫാക്ടർ എന്ത് കിട്ടി? -8. ആ പൊസിഷനിൽ -8. 8ന്റെ കോഫാക്ടർ എന്താ കിട്ടി? -5. അപ്പോൾ ഇവിടെ -5. ഇനി -1ന്റെ കോഫാക്ടർ എന്ത് കിട്ടി? 3. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയ കാര്യം. അപ്പൊ ഇതാണ് കോഫാക്ടർ കണ്ടുപിടിക്കാനുള്ള യഥാർത്ഥ വഴി. ഇനി നമുക്കൊരു എളുപ്പ വഴിയും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 2x2 മെട്രിക്സ് ആവുമ്പോൾ മാത്രമേ ഈ പറയുന്ന എളുപ്പ വഴിയിൽ ചെയ്യാൻ പാടുള്ളൂ. 3x3 മെട്രിക്സ് ആവുമ്പോൾ അതിന്റെ മെത്തേഡ് വേറെയാണ്. ആ ഒരു മെത്തേഡ് ഞാൻ പറയുന്നുണ്ടാവും എളുപ്പ വഴി. പക്ഷെ ഇത് കൃത്യമായി മനസ്സിലാക്കുക. എന്താ ചെയ്തത്? ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് തിരിച്ചിട്ടു. -1 ഇങ്ങോട്ട് കൊടുത്തു, ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് കൊടുത്തു. 3 എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തു. ഓഫ് ഡയഗണൽ എലിമെന്റ്സ് തിരിച്ചിടുമ്പോൾ അതിന്റെ സൈന് മാറ്റണം. അതായത് 5 ഇവിടെ പ്ലസ് ആണ്, അത് ഇങ്ങോട്ട് കൊടുത്തപ്പോൾ -5 ആക്കി. 8 ഇവിടെ പ്ലസ് ആണ്, ഇങ്ങോട്ട് കൊടുത്തപ്പോൾ -8 ആക്കി. വളരെ സിമ്പിൾ ആണ്. 2x2 ആകുമ്പോൾ നമുക്ക് ഇതേമാതിരി സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കണ്ടുപിടിക്കാം. എന്താ ചെയ്തത്? ഡയഗണൽ എലിമെന്റ്സ് നമ്മൾ തിരിച്ചെഴുതി. അതിനുശേഷം ഓഫ് ഡയഗണൽ എലിമെന്റ്സ് തിരിച്ചെഴുതുന്നതോടൊപ്പം അതിന്റെ സൈന് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇവിടെ രണ്ടും പ്ലസ് ആയതുകൊണ്ടാണ് മൈനസ് കിട്ടിയത്. ഏതെങ്കിലും മൈനസ് ആയിരുന്നെങ്കിൽ അതെന്താവും? പ്ലസ് ആവും ഓഫ് ഡയഗണലില്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 2x2 മെട്രിക്സ് ഏത് തന്നെ വന്നു കഴിഞ്ഞാലും അതിന്റെ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ?
നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് അഡ്ജോയിന്റ് മെട്രിക്സ് എന്നുള്ളതാണ്. ഇപ്പൊ കോഫാക്ടർ മെട്രിക്സ് കണ്ട ശേഷമാണ് അഡ്ജോയിന്റ് കാണുക. അപ്പൊ അത് എങ്ങനെയാന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അഡ്ജോയിന്റ് മെട്രിക്സ്, the matrix obtained by interchanging the rows and columns of a cofactor matrix is called adjoint matrix. എന്താ പറഞ്ഞത്? ഒരു കോഫാക്ടർ മെട്രിക്സിലെ അതിന്റെ റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യുമ്പം, അതായത് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പം കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ അഡ്ജോയിന്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്? നമുക്ക് എങ്ങനെ എഴുതാം? അഡ്ജോയിന്റ് മെട്രിക്സ് ഈക്വൽ ടു എന്താ വരിക? കോഫാക്ടർ മെട്രിക്സ് അതിന്റെ ട്രാൻസ്പോസ്. അതാണ് അതിന്റെ മീനിങ്. റോയും കോളം ഇന്റർചേഞ്ച് ചെയ്യാന്ന്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് കൺസിഡർ ചെയ്തിട്ട് നോക്കാം. ലെറ്റ് A ഈക്വൽ ടു മെട്രിക്സ് 5 3 11 -2 ഈ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്തു. അപ്പൊ ഇതിന്റെ കോഫാക്ടർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി എഴുതി കണ്ടുപിടിക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ആ രീതി ഉപയോഗിക്കാം. അപ്പൊ ഇത് 2/2 ആണ്, ഓർഡർ 2/2 ആണ് ഈ മെട്രിക്സിന്റെ. അപ്പൊ എങ്ങനെ എഴുതാം? കോഫാക്ടർ മെട്രിക്സ് ഓഫ് A ഈക്വൽ ടു മെട്രിക്സ്, അതിന്റെ ഡയഗണൽ എലിമെന്റ്സ് എടുത്തു, അത് ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ എന്താവും? -2 വന്നിങ്ങോട്ട് 5 ഇവിടേക്ക് വന്നു. ആദ്യം ചെയ്യേണ്ടത് ഡയഗണൽ എലിമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്തു. ഡയഗണൽ എലിമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്തു. ഓഫ് ഡയഗണൽ എലിമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ സൈൻ മാറ്റണം. അപ്പൊ ഞാൻ ഇവിടേക്ക് 11 കൊടുത്തു. ഇവിടെ 11 കൊടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ആയിരുന്നു, അത് മൈനസ് ആയി മാറി. അതുപോലെ ഇവിടെ 3 ഉള്ളത് ഇങ്ങോട്ട് കൊടുത്തു, 3 ഇവിടെ പ്ലസ് ആയിരുന്നു, അത് മൈനസ് ആയി മാറി. അപ്പൊ കിട്ടിയ മെട്രിക്സ് ആണ് കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ മെട്രിക്സിന്റെ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. ഇനി കോഫാക്ടർ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്ജോയിന്റ് മെട്രിക്സ് എങ്ങനെയാണ്? അപ്പൊ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് ആണ് കാണുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അഡ്ജോയിന്റ് ഓഫ് എ, അതായത് അഡ്ജോയിന്റ് മെട്രിക്സ് ഓഫ് എ എന്നാണ് അതിന്റെ മീനിങ്. എന്ത് ചെയ്യണം? ഇപ്പൊ കിട്ടിയ കോഫാക്ടർ മെട്രിക്സിനെ കോഫാക്ടർ ഓഫ് എ, അതായത് കോഫാക്ടർ ഓഫ് എ എന്ന് പറഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ എന്നാണ്. അതിന്റെ ട്രാൻസ്പോസ് എടുക്കും. അപ്പൊ എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു എന്താ നമുക്ക് കോഫാക്ടർ കിട്ടിയത്? -2 മെട്രിക്സ് -2 -11 -3 5. അതിന്റെ ട്രാൻസ്പോസ് എടുത്തു. അപ്പൊ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെട്രിക്സ് ആദ്യത്തെ റോ കോളാക്കണം. അപ്പൊ -2 -11 ആദ്യത്തെ റോനെ കോളാക്കി. അതുപോലെ രണ്ടാമത്തെ റോനെ രണ്ടാമത്തെ കോളാക്കാം. -3 5. ഈ കിട്ടിയ മെട്രിക്സിനെയാണ് നമ്മൾ അഡ്ജോയിന്റ് മെട്രിക്സ് ഓഫ് എ എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? അഡ്ജോയിന്റ് മെട്രിക്സ് ഓഫ് എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും എന്താണ് അഡ്ജോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു 2/2 ആണെങ്കിലും 3/3 ആണെങ്കിലും അഡ്ജോയിന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ച് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇൻവേഴ്സ് മെട്രിക്സ് എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് എന്താണ് അതിന്റെ ഡെഫിനിഷൻ നോക്കാൻ, എന്നിട്ട് അത് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ സിമ്പിൾ ആയ കൺസെപ്റ്റ് തന്നെയാണ്, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പൊ നോക്കാം. ഇൻവേഴ്സ് മെട്രിക്സ്. ലെറ്റ് A be a matrix with a determinant of A not equal to 0, then a matrix B, if it exists such that AB equal to BA equal to I, is called inverse of A or A inverse. A inverse notate ചെയ്യുന്നത് കൃത്യമായി മനസ്സിലാക്കണം. ഇത് ഇവിടെ ഒരു മൈനസ് സൈൻ മാതിരിയുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് A ഡാഷ് എന്നാണ് വായിക്കുക, അത് ട്രാൻസ്പോസ് ആയി പോകും. അപ്പൊ ഇൻവേഴ്സ് ആകുമ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ ഇൻവേഴ്സ് ഈസ് A inverse equal to adjoint matrix of A divided by determinant of A. നമുക്ക് A എന്ന് തന്ന ഒരു മെട്രിക്സ് തന്നാൽ, A എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് തന്നാൽ A ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് ആ അഡ്ജോയിന്റ് മെട്രിക്സിനെ ഡിറ്റർമിനന്റ് ഓഫ് A കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റേറ്റ്മെന്റിൽ ഇവിടെ ഡെഫിനിഷനിൽ എന്താ പറഞ്ഞത്?
എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ നോക്കേണ്ടത് അതിന്റെ ഡിറ്റർമിനന്റ് 0 ആണോ അല്ലേ എന്നുള്ളതാണ്. ഡിറ്റർമിനന്റ് 0 ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? ഇൻവേഴ്സ് ഉണ്ടാവില്ല. അപ്പൊ ഡിറ്റർമിനന്റ് 0 ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞത്? ആ മെട്രിക്സിന് ഒരു ഇൻവേഴ്സ് ഉണ്ടാവും. ആ ഇൻവേഴ്സിനെയാണ് നമ്മൾ ബി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നൊട്ടേറ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ആ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് ആ മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എ ഇൻറ്റു ബി, ബി എന്ന് പറയുന്നതാണ് ഇവിടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാലും അത് തിരിച്ച് ഇൻവേഴ്സ് ഇൻറ്റു ദാറ്റ് മെട്രിക്സ്, അതായത് ബി ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഐ എന്നുള്ള മെട്രിക്സ് ആണ്. എന്താണ് ഐ എന്ന് പറഞ്ഞാൽ? യൂണിറ്റ് മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഡയഗണൽ എലിമെന്റ്സ് ഒക്കെ 1 ആയിരിക്കും, ബാക്കി എലിമെന്റ്സ് ഒക്കെ 0 ആയിരിക്കും. അങ്ങനത്തെ മെട്രിക്സിനാണ് നമ്മൾ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ യൂണിറ്റ് മെട്രിക്സ് ഒക്കെ ഞാൻ പഠിപ്പിച്ചാണ്, 2 ടൈപ്പിലെ യൂണിറ്റ് മെട്രിക്സ്, I2 I3 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതാണ് ഇവിടെ ഐ എന്നുള്ള ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മനസ്സിലാക്കുന്നത്. ഓക്കെ, ഈ ഫോർമുല നന്നായി പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എ ഇൻവേഴ്സ് എങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക, ഫോർമുലയും മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താണ് ഇൻവേഴ്സ് എന്നുള്ളത്? ഇനി നമ്മൾ ഇത് ഉപയോഗിച്ച് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലത്തിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ കോഫാക്ടർ വേണം, അഡ്ജോയിന്റ് മെട്രിക്സ് കണ്ടുപിടിക്കണം, പിന്നെ ഡിറ്റർമിനന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാത്തത്. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു പ്രോബ്ലത്തിലേക്കാണ് വരുന്നത്. അപ്പൊ അത് കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി എല്ലാവരും അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഇൻവേഴ്സ് മെട്രിക്സ് ഓഫ് മെട്രിക്സ് 1 2 4 9. 2x2 മെട്രിക്സ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന മെട്രിക്സ് നമ്മൾ എടുത്തെഴുതാൻ പോവാണ്. ഗിവൺ മെട്രിക്സ് നമുക്ക് തന്നിരിക്കുന്നത് 1 2 4 9 എന്നാണ്. ആ മെട്രിക്സ് നമ്മൾ ഒരു പേര് കൊടുക്കുന്നു, എ എന്ന പേര് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ മെട്രിക്സ് എടുത്തെഴുതി ആ മെട്രിക്സിന് ഒരു പേര് കൊടുക്കും. ഇനി ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കുന്നു. ഡിറ്റർമിനന്റ് എഴുതുമ്പോഴും മെട്രിക്സ് എഴുതുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് മെട്രിക്സ്, ഡിറ്റർമിനന്റ് എഴുതുമ്പോൾ 2 പാരലൽ ലൈനിന്റെ ഉള്ളിലാണ് എഴുതുന്നത്. അപ്പൊ ഡിറ്റർമിനന്റ് 1 2 4 9 ഈക്വൽ ടു, ഇനി ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുക? ഈ ഡിറ്റർമിനന്റ് നമ്മൾ ആദ്യത്തെ എലമെന്റ് ഇവിടെ എന്താണ്? 1, അത് അതിന്റെ ഡയഗണലി വരുന്ന അടുത്ത എലമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഇൻറ്റു 9 മൈനസ്, ഇനി ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്താ വരിക? 4 ഇൻറ്റു 2. ഓക്കെ, അപ്പൊ എന്ത് വന്നു? ദാറ്റ്സ് ഈക്വൽ ടു 9 മൈനസ് 8 ഈക്വൽ ടു 1. അപ്പൊ എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 1 കിട്ടി. ആ 1 എന്ന് പറയുന്നത് എന്തല്ല? 0 അല്ല. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻവേഴ്സ് കാണണമെങ്കിലുള്ള ഫോർമുല എഴുതി വെക്കുക. എന്താ എഴുതേണ്ടത്? എ ഇൻവേഴ്സ്, ഇത് വായിക്കേണ്ടത് എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്താണ്? അഡ്ജോയിന്റ് മെട്രിക്സ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഇതാണ് നമ്മളെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കണം. അഡ്ജോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കാണണം? കോഫാക്ടർ മെട്രിക്സ് കാണണം. അപ്പൊ എന്ത് എഴുതുക? കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ ഈക്വൽ ടു, അപ്പൊ എങ്ങനെയാ കോഫാക്ടർ മെട്രിക്സ് എഴുതാൻ ഞാൻ പറഞ്ഞത്? എളുപ്പ വഴി, നമ്മളെ തന്നിരിക്കുന്ന മെട്രിക്സിൽ ഡയഗണൽ എലിമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കുക. അപ്പൊ 1ന്റെ സ്ഥാനത്തേക്ക് 9 വന്നു, 9ന്റെ സ്ഥാനത്തേക്ക് 1 വന്നു. ഓഫ് ഡയഗണൽ എലിമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? 2ന്റെ സ്ഥാനത്തേക്ക് 4 എഴുതി, ഇത് പ്ലസ് ആയിരുന്നു, അത് മൈനസ് ആക്കി. അതേപോലെ 2 പ്ലസ് ആണ്, അത് ഇങ്ങോട്ട് എഴുതുമ്പോൾ -2 ആക്കി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ് ആണ് എന്ത്? കോഫാക്ടർ മെട്രിക്സ് ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് കോഫാക്ടർ മാട്രിക്സ് കിട്ടി. കോഫാക്ടർ മാട്രിക്സ് കിട്ടിയാൽ എന്ത് കാണാം? അഡ്ജോയിന്റ് മെട്രിക്സ് ഓഫ് എ കാണാം. അപ്പൊ എന്താണ് അഡ്ജോയിന്റ് മെട്രിക്സ് എന്ന് പറയുന്നത്? അഡ്ജോയിന്റ് മെട്രിക്സ് ഓഫ് എ ഈക്വൽ ടു എന്താണ്? കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ, അതിന്റെ ട്രാൻസ്പോസ് എടുക്കണം. അതാണ് ഓൾ ട്രാൻസ്പോസ്. കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ ഓൾ ട്രാൻസ്പോസ്. അപ്പൊ എന്ത് കിട്ടി? അഡ്ജോയിന്റ് മെട്രിക്സ് ഓഫ് എ ഈക്വൽ ടു മെട്രിക്സ്, തന്നിരിക്കുന്ന കോഫാക്ടർ മെട്രിക്സ് എടുത്തെഴുതി 9 -4 -2 1 അതിന്റെ ട്രാൻസ്പോസ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എന്ത് എഴുതാം? ട്രാൻസ്പോസ് എങ്ങനെ എഴുതാം? ആദ്യത്തെ റോ, ഈ മെട്രിക്സിൽ ആദ്യത്തെ റോ ആദ്യത്തെ കോളാക്കി. അപ്പൊ 9 -4, രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം -2 1. ഈ മെട്രിക്സ് ആണ് എന്ത്? അഡ്ജോയിന്റ് മെട്രിക്സ് ഓഫ് എ എന്ന് പറയുന്നത്. നമ്മൾ പേര് കൊടുത്തത് എ എന്നാണ്, അതുകൊണ്ടാണ് അഡ്ജോയിന്റ് മെട്രിക്സ് ഓഫ് എ എന്ന് എഴുതിയത്. അപ്പൊ നമുക്ക് അഡ്ജോയിന്റ് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് കാണണം? എ ഇൻവേഴ്സ് കാണണം. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ എഴുതിയത്? എ ഇൻവേഴ്സ് ഈക്വൽ ടു നമ്മൾ ഫോർമുല എഴുതിയിട്ടുണ്ട്. അഡ്ജോയിന്റ് മെട്രിക്സ് ഓഫ് എ, ഇത് ഈ കിട്ടിയ മെട്രിക്സ്, എന്താണ്? 9 -2 -4 1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഡിറ്റർമിനന്റ് ഓഫ് എ എത്ര കിട്ടിയത്? 1 ഡിവൈഡഡ് ബൈ 1. അപ്പൊ ഒരു മെട്രിക്സിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലുള്ള ഓരോ എലിമെന്റിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് തന്നെയാ കിട്ടുക? അതേ എലിമെന്റ് തന്നെ കിട്ടുക. അപ്പൊ 9 -2 -4 1 എന്ന് കിട്ടും. കാരണം 9/1 എന്ന് പറഞ്ഞാൽ 9, -2/1 എന്ന് പറഞ്ഞാൽ -2, -4/1 എന്ന് പറഞ്ഞാൽ -4, 1/1 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ എന്ത് കിട്ടി? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ അഡ്ജോയിന്റ് മെട്രിക്സ് അത് തന്നെയാണ് ഇവിടെ എ ഇൻവേഴ്സ് ആയിട്ട് കിട്ടിയത്. അത് എപ്പോഴാണ് അങ്ങനെ കിട്ടുന്നത്? അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴാണോ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 1 ആവുന്നത് ആ സമയത്ത് അഡ്ജോയിന്റ് മെട്രിക്സ് എന്താണോ അത് തന്നെയായിരിക്കും എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എപ്പോഴാണോ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 1 കിട്ടുന്നത് ആ സമയത്ത് അഡ്ജോയിന്റ് മെട്രിക്സ് എന്താണോ അത് തന്നെയായിരിക്കും എ ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ള മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്, നന്നായിട്ട് മനസ്സിലാക്കുക. എക്സാമിന് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതുപോലെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ഒരു പ്രോബ്ലം ഒന്നും കൂടി നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒന്നും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് 3 0 4 1. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന മെട്രിക്സ് എടുത്ത് എഴുതാം. ഗിവൺ മെട്രിക്സ് 3 0 4 1. ആ മെട്രിക്സിന് ഞാൻ ബി എന്നാണ് പേര് കൊടുക്കുന്നത്. നമുക്ക് എന്നോ ബി എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. സി എന്നോ ക്യാപിറ്റൽ ലെറ്ററിലാണ് ഒരു മെട്രിക്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ബി എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ബി എന്നുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് 3 0 4 1 ഈക്വൽ ടു. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഡയഗണൽ എലിമെന്റ്സ് മൾട്ടിപ്ലൈ 3 into 1 minus 4 into 0. That's equal to 3 minus 0 equal to 3. Okay. അപ്പൊ എന്ത് മനസ്സിലായി? ആ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 3 ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് കാണണം? നമ്മള് ഇൻവേഴ്സ് കാണണം. ഈ മെട്രിക്സിന് ബി എന്നാണ് പേര് കൊടുത്തത്. അപ്പൊ എങ്ങനെ എഴുതാം? ബി ഇൻവേഴ്സ് ഈക്വൽ ടു adjoint matrix of B divided by determinant of B. നമ്മൾ B എന്ന് പേര് കൊടുത്തതുകൊണ്ടാണ് ഇവിടെ adjoint matrix of B എന്നാക്കിയത്, അതുപോലെ determinant of B എന്നാക്കിയത്. ഓക്കെ, അപ്പൊ നമ്മള് adjoint matrix കാണണമെങ്കിൽ ആദ്യം എന്ത് കാണണം? കോഫാക്ടർ matrix കാണണം. അപ്പൊ എന്ത് എഴുതുക? കോഫാക്ടർ matrix of B equal to matrix. അപ്പൊ തന്നിരിക്കുന്ന മെട്രിക്സിലെ ഡയഗണൽ എലിമെന്റ്സ് തിരിച്ചെഴുതുക. അപ്പൊ എന്ത് തോന്നും?
3യുടെ സ്ഥാനത്തേക്ക് 1 പോയി, 3 1ന്റെ സ്ഥാനത്തേക്ക് വന്നു. ഇനി ഓഫ് ഡയഗണൽ എലിമെന്റ്സ് തിരിച്ചെഴുതണം, സൈൻ മാറ്റണം. അപ്പൊ 0 അങ്ങോട്ട് വന്നു, 0ക്ക് മൈനസ് കൊടുത്താലും 0 തന്നെയാണ് വായിക്കുക. 4 ഇങ്ങോട്ട് പോയി, അപ്പൊ അവിടെ മൈനസ് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ എന്താ മൈനസ് ഇല്ലാത്ത വിചാരിക്കരുത്, 0 മൈനസ് ആയാലും പ്ലസ് ആയാലും 0 തന്നെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് കൊടുക്കാത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് കോഫാക്ടർ മാട്രിക്സ് ഓഫ് ബി കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ എഴുതണം, അഡ്ജോയിന്റ് മെട്രിക്സ് ഓഫ് ബി ഈക്വൽ ടു എന്താണ് വരിക, കോഫാക്ടർ മാട്രിക്സിന്റെ ട്രാൻസ്പോസ്. അപ്പൊ എന്ത് എഴുതണം, കോഫാക്ടർ മാട്രിക്സ് ഓഫ് ബി ട്രാൻസ്പോസ്, കോഫാക്ടർ മാട്രിക്സ് ഓഫ് ബി ട്രാൻസ്പോസ്. അപ്പൊ നെക്സ്റ്റ് എന്താ, നമ്മൾ അഡ്ജോയിന്റ് മാട്രിക്സ് ഓഫ് ബി, അഡ്ജോയിന്റ് മാട്രിക്സ് ഓഫ് ബി ഈക്വൽ ടു കോഫാക്ടർ മാട്രിക്സ് എന്ത് കിട്ടിയിട്ടുണ്ട്, മാട്രിക്സ് 1 -4 0 3 അതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. അപ്പൊ എന്താ വരിക, ദാറ്റ്സ് ഈക്വൽ ടു മാട്രിക്സ്, ഈ മാട്രിക്സിൽ ആദ്യത്തെ റോ ആദ്യത്തെ കോളാക്കി മാറ്റും, 1 -4, രണ്ടാമത്തെ റോ 0 3 ആണ്, രണ്ടാമത്തെ കോളാക്കി 0 3. അപ്പൊ ഈ കിട്ടിയ മാട്രിക്സ് ആണ് എന്ത്, അഡ്ജോയിന്റ് മാട്രിക്സ് ഓഫ് ബി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് എഴുതണം, നമ്മളിവിടെ ഓൾറെഡി ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ് ബി ഇൻവേഴ്സ് എന്നുള്ളത്. അപ്പൊ ബി ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് മാട്രിക്സ് ഓഫ് ബി, അതായത് ഈ കിട്ടിയ മാട്രിക്സ്, മാട്രിക്സ് 1 0 -4 3 all divided by determinant of b. ഡിറ്റർമിനന്റ് ഓഫ് ബി എത്ര കിട്ടിയിട്ടുണ്ട്, 3 ആണ്. അപ്പൊ ബൈ 3. അപ്പൊ ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഓരോ എലമെന്റിനെയും, മെട്രിക്സിലുള്ള ഓരോ എലമെന്റിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ബി ഇൻവേഴ്സ് ഈക്വൽ ടു മെട്രിക്സ് 1/3 0/3 എന്ന് പറഞ്ഞാൽ 0 എന്ന് കിട്ടും, -4/3 3/3 എന്ന് പറഞ്ഞാൽ അതെന്താവും 1 ആയി മാറും. അപ്പൊ ഇതാണ് എന്ത്, നമ്മളെ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പൊ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും വീഡിയോ എടുത്ത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കുക. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എക്സാമിന് 100% ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മെട്രിക്സിനെ പറ്റിയിട്ടുള്ള ഈ 6ാമത്തെ പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്, എങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ മൈനർ കണ്ടുപിടിക്കുക, അതുപോലെ ആ മെട്രിക്സിലെ ഒരു എലിമെന്റിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കുക, അതിനുശേഷം എങ്ങനെ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കും, അതിനുശേഷം എങ്ങനെ അഡ്ജോയിന്റ് മെട്രിക്സ് കണ്ടുപിടിക്കും, അവസാനം നമ്മൾ എങ്ങനെ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നില്ല. അപ്പൊ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ മറക്കരുത്, തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടു നോക്കണം. ഡിറ്റർമിനന്റിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ആ മെട്രിക്സിന് എന്തുണ്ടാവുള്ളൂ, ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. നമുക്കറിയാം ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണണമെങ്കിൽ ആ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സിന് മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ എന്ത് ഉണ്ടാവുള്ളൂ, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകുക. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ശ്യാം പ്രസാദ്.